മലയാളത്തിൽ വളരെ പ്രശസ്തമായ ഒരു ഗാനത്തിൻ്റെ വരികളുണ്ട്. കടലിനഗാധമാം നീലിമയിൽ കതിർ ചിന്നും മുത്തുപോലെ പവിഴം പോലെ കമനീനിൻ ഹൃദയത്തിനാഴത്തിൽ ആരാരും അറിയാതെ കാത്തുവെച്ചതേതു രാഗം അരുമയാം അനുരാഗ പത്മരാഗം കതിർ ചിന്നും മുത്തുപോലെ പവിഴം പോലെ എന്നാണ് ആ ഗാനത്തിൻ്റെ വരികൾ. കടലിൻ്റെ അഗാധതയിൽ മുത്തും പവിഴവും ഒളിപ്പിച്ചു വെച്ച് ശാന്തമായി കാലത്തിൻ്റെ വിളിയാളത്തിന് ഉത്തരം നൽകി മറ്റൊരു തരത്തിലുള്ള ആരവങ്ങളും ഏൽക്കാതെ വളരെ ശാന്തമായി സ്വച്ഛമായി ആ കടലിനു മാത്രം അറിയാവുന്ന അനുരാഗത്തിൻ്റെ ചുഴികളും വേദനയുടെ ദുഃഖങ്ങളും ഉള്ളിലൊതുക്കിയ കേരളത്തിലെ സമാനതകളില്ലാത്ത തുല്യതയില്ലാത്ത സൂഫി വര്യൻ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് KP അബൂബക്കർ ഹസ്രത്ത് വിടവാങ്ങുകയാണ്. സാധാരണ പുകഴ്ത്തലുകളും ആ പുകഴ്ത്തലുകൾ സന്തോഷിപ്പിക്കുന്നു എന്ന് തോന്നിയാൽ വീണ്ടും വീണ്ടും പുകഴ്ത്തപ്പെടുകയും വാഴ്ത്തുപാട്ട് പാടുകയും അതിന് അനുയായികൾ മത്സരിക്കുകയും ആരവത്തോടെടുത്തുയർത്തുകയും തൻ്റെ ഉള്ളിലേക്ക് ആരൊക്കെയോ ആണെന്ന ചിന്ത നിറയ്ക്കുകയും അതിൻ്റെ വെളിപാടിൽ ഊർജത്തിൽ മറ്റെന്തൊക്കെയോ വെട്ടിപ്പിടിക്കാൻ വ്യഗ്രതയോടെ ഓടുന്നതിനിടയിൽ ധനസമാഹരണവുമൊക്കെ ലക്ഷ്യമാകുന്ന കാലത്ത് ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെയുള്ള ഒരുതരം ശബ്ദങ്ങൾക്കും തൻ്റെ കാതുകളും കണ്ണുകളും ഹൃദയവും നൽകാതെ പ്രപഞ്ചനാഥനായ അള്ളാഹുവിലും അതോടൊപ്പം തന്നെ പ്രവാചക ജീവിതത്തിലും സഹാബാക്കളുടെ ചര്യകളിലേക്കുമൊക്കെ തൻ്റെ ഹൃദയത്തെ സമർപ്പിച്ച് മൗനാനുരാഗിയായി നിശബ്ദമായി പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ അമിതാഘോഷങ്ങളില്ലാതെ അമിത സന്തോഷപ്രകടനങ്ങളില്ലാതെ KP അബൂബക്കർ ഹസ്രത്ത് എന്ന് പറയുന്ന ഒരു പണ്ഡിത വരേണ്യൻ യാത്രയാകുമ്പോൾ അത് സമാനതകളില്ലാത്ത താരതമ്യത്തിനും ചിന്തകൾക്കും ഉതകുന്ന ഒരു ജീവിതം കൂടിയാണ് എന്നതാണ് ഏറ്റവും പ്രധാനം. സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമിക പാഠം കഴിഞ്ഞ് എടപ്പള്ളിയിലേക്ക് തൻ്റെ ആത്മീയ പഠനത്തിന് സ്വയം തിരഞ്ഞെടുത്ത വഴിയിലൂടെ പോവുകയും പിന്നീട് അവിടെ നിന്ന് ജാമിയ നൂരിയ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ആത്മീയ നഭോമണ്ഡലത്തിൽ തിളങ്ങുന്ന ഒരു വലിയ പണ്ഡിത രൂപീകരണ കേന്ദ്രമായി ഇന്നും നിലനിൽക്കുന്ന അതിലെ ആദ്യ ബാച്ച് വിദ്യാർത്ഥിയായി ചേരുകയും അവിടെ പഠനം പൂർത്തിയാക്കുകയുമാണ് ചെയ്തത്. അന്ന് യൗവനത്തിൻ്റെ തീഷ്ണതയിൽ അവിടെ എത്തുമ്പോൾ മഹാമാനുഷികളായ ചരിത്രത്തിൽ എക്കാലവും രേഖപ്പെടുത്തപ്പെട്ട കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ എന്ന സമസ്തയുടെ ഫത്വ കമ്മിറ്റിയുടെ ചെയർമാനും ജാമിയ നൂരിയയിലെ പ്രിൻസിപ്പളുമൊക്കെ ആയിരുന്ന ആ മഹാമാനുഷിയോടൊപ്പം ഷംസുലുലമ EK അബൂബക്കർ മുസ്ലിയാർ, ഖുത്ബി മുഹമ്മദ് കുഞ്ഞ് മുസ്ലിയാർ, താഴേക്കോട്ട് കുഞ്ഞലവി മുസ്ലിയാർ അടക്കമുള്ള പണ്ഡിതരത്നങ്ങളുടെ ശിക്ഷണത്തിൽ തൻ്റെ പഠനം പൂർത്തിയാക്കി കേവല പുസ്തകങ്ങൾക്കപ്പുറത്ത് ആ മഹാജ്ഞാനികളിൽ നിന്ന് ആർജിച്ച കണ്ടറിഞ്ഞ കേട്ടറിഞ്ഞ സാമീപ്യത്തിലൂടെ തിരിച്ചറിഞ്ഞ മനോഹരമായ ഗുണങ്ങൾ സ്വായത്തമാക്കി അവിടെ നിന്ന് പിന്നീട് ഏതാണ്ട് 3 പതിറ്റാണ്ടോളം തേവലക്കരയിലും പിന്നീട് പള്ളിമുക്കിലും മുട്ടയ്ക്കാവിലും കുളപ്പാടം ഖാദിരിയ മസ്ജിദിലും ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ മന്നാനിയ സ്ഥാപനങ്ങളുടെ പ്രിൻസിപ്പളായും ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡൻ്റായുമൊക്കെ ഈ മഹാനായ പണ്ഡിത വരേണ്യൻ അങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. സേവനങ്ങൾ അക്ഷരാർത്ഥത്തിൽ സമർപ്പിത ഹൃദയത്തോടെ നിർവഹിക്കുകയായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൻ്റെ പ്രസംഗങ്ങളോ വ്യാഖ്യാനങ്ങളോ ചിന്തകളോ വാക്കുകളോ ഒന്നും തന്നെ സമൂഹത്തിൻ്റെ ഉള്ളിലോ സമുദായത്തിൻ്റെ ഉള്ളിലോ ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയതയ്ക്ക് വിത്തുപാകാതെ ആഘോഷാരവത്തിൻ്റെ ചിരിയില്ലാതെ നഷ്ടബോധങ്ങളുടെ നിരാശയില്ലാതെ ആത്മാവിനുള്ളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കടലിൻ്റെ അഗാധതയിൽ സൂക്ഷിക്കുന്ന മുത്തും പവിഴവും പോലെ ഹൃദയാനുരാഗത്തിൻ്റെ പ്രവാചക സ്നേഹം ഉള്ളിൽ നിറച്ചാണ് അദ്ദേഹം യാത്രയാകുന്നത്. ഖബറടക്കമാണെന്ന് ഇത്തരം മനുഷ്യരുടെ ശൂന്യതകളുടെ വേദന വർദ്ധിക്കുന്നത് ഈ ഒരു സരണിയിലുള്ളവർ അപ്രത്യക്ഷമാകുമ്പോൾ മറിച്ച് പ്രത്യക്ഷപ്പെടുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വിഭാഗീയതയുടെ വക്താക്കളാവുന്ന ശബ്ദാരവങ്ങളുടെ വക്താക്കളാകുന്ന അതാണ് മതമെന്ന് വിശ്വസിക്കുന്ന അവിടെ ആത്മീയജ്ഞാനം അന്വേഷിച്ചിറങ്ങുന്നവർക്ക് എവിടെയും ഒരു പ്രകാശം പോലും ഒരു വെളിച്ചം പോലും കിട്ടാത്തവണ്ണം ശൂന്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഇത്തരം ചില നഷ്ടങ്ങൾ അത് നികത്താനാവാത്തതാണ്. എന്നോ ചേരാൻ ആഗ്രഹിക്കുന്ന മനസ്സുമായി ജീവിച്ച ഒരു നദി കടലിൻ്റെ മാറിലേക്ക് ചെന്ന് പതിക്കുമ്പോഴുള്ള ഒരാത്മഹർഷത്തോടെ നാഥനിലേക്ക് ഒഴുകിയങ്ങിറങ്ങുമ്പോൾ നഷ്ടമാകുന്നത് ആ നദി ഒഴുകിയ വഴികളിലെ പുൽനാമ്പുകൾക്കും മറ്റിതര ജീവികൾക്കും അതിൻ്റെ ഇരുവശത്തുമുള്ള സസ്യജീവജാലങ്ങൾക്കുമാണെന്നതുപോലെ അദ്ദേഹത്തിൻ്റെ വിയോഗം ശൂന്യമാക്കുന്ന ഒരു നഷ്ടമുണ്ട്. അത് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെയും കേരളത്തിലെ പണ്ഡിത സമൂഹത്തിൻ്റെയും ഒക്കെ വിലയിരുത്തലിനും ചിന്തകൾക്കും ഇടയാക്കി അദ്ദേഹത്തിൻ്റെ
പരലോക ജീവിതം ധന്യമാക്കി സ്വർഗം നൽകുന്നതോടൊപ്പം ആ വഴിയിലൂടെ, ആ അനുഗ്രഹത്തിൻ്റെ പാന്താവിലൂടെ സഞ്ചരിക്കാൻ നമുക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇതിനിടയിൽ ഒരു സ്വകാര്യ ദുഃഖമെന്നോണം ഇന്ന് തന്നെ എൻ്റെ അപ്പച്ചിയുടെ മകൻ, ജീവകാരുണ്യ പ്രവർത്തകനും പൊതുരാഷ്ട്രീയ സേവന മേഖലകളിൽ നിറഞ്ഞു നിന്നിരുന്ന പച്ചംകുളത്ത് അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന എൻ്റെ അളിയൻ അപ്പച്ചിയുടെ മകനും അള്ളാഹുവിലേക്ക് യാത്രയാവുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മഗ്ഫിറത്തിനു കൂടി പ്രാർത്ഥിക്കാൻ ഞാൻ ഈ വേളയിൽ അഭ്യർത്ഥിക്കുന്നു. ശരിയായ വഴിയിലൂടെ സഞ്ചരിച്ച് ശരിയായ ലക്ഷ്യത്തിലേക്ക് വ്യതിചലനങ്ങളില്ലാതെ അവസാന നിമിഷം വരെ സഞ്ചരിച്ച് ചേരാൻ ഉടയതമ്പുരാൻ തൗഫീക്ക് ചെയ്യട്ടെ.